അയ്യാ വണക്കം. താലിബാൻ എന്ന് പറയുന്ന ഭീകരവാദ സംഘടന ഏ ഏ ഏ താലിബാൻ എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയോ? അല്ല, ഇങ്ങനെയല്ലല്ലോ നമ്മളിപ്പോൾ പറയേണ്ടത്. താലിബാൻ എന്ന് പറയുന്ന തക്കുട് സംഘടന എന്നാണ് സുഡാപ്പികൾ യഥാർത്ഥത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ താലിബാനെ വിമർശിച്ച ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് പറയുന്നത്. താലിബാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഒരു ഭീകര സംഘടന തന്നെയാണ്, ഒരു മുസ്ലിം തീവ്രവാദ സംഘടന തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ നിന്ന് ഒരണുവിട പോലും ഞാൻ അവിടെ നിന്നും വ്യതിചലിച്ചിട്ടില്ല. കാരണം താലിബാൻ സ്ത്രീകളോട് കാണിക്കുന്ന അട്രോസിറ്റീസ്, താലിബാൻ അവിടെ കിടന്ന് കാണിക്കുന്ന പലതരത്തിലുള്ള കെണ്ടാന്തരങ്ങൾ, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾക്ക് പുഞ്ചിരിക്കാനുള്ള യാതൊരുവിധ സ്വാതന്ത്ര്യവുമില്ല. ഇൻ്റർനെറ്റ് കട്ട് ചെയ്ത് അവിടെയുള്ള സകലമാന ആൾക്കാരെയും പുറം ലോകം കാണിക്കാതെ അവർ വലിയ രീതിയിൽ പാടുപെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ ഒരു ശക്തമായിട്ടുള്ള ഭരണകൂടം ഉള്ളതുകൊണ്ട് ഇവന്മാർ മെരിങ്ങി. പോരാത്തതിന് ഈ അലവലാദികളായിട്ടുള്ള ഇവന്മാർക്ക് ആരെന്ത് കൊടുക്കാനും തിന്നാനും കുടിക്കാനും ഒന്നുമില്ല അവിടെ. പോരാത്തതിന് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മുകളിലാണ് ഈ അഫ്ഗാനിസ്ഥാൻ കിടക്കുന്നത്. ഇവിടെ നാളെ ചൈനയോ അമേരിക്കയോ വന്ന വല്ല പണിയും നടത്തിയാൽ അതും നമ്മുടെ നെഞ്ചത്തോട്ട് കുരുവായിട്ട് വരും. നമ്മുടെ മീശമാധവല്ല നമ്മളെ പിള്ളേച്ച സരസൂൻ്റെ വീട്ടിൽ കയറുമല്ലോ. സരസൂൻ്റെ വീട്ടിൽ കയറുമ്പോൾ മീശമാധവൻ അത് കണ്ടുകൊണ്ടിരിക്കും. മീശമാധവൻ അത് കണ്ടുകൊണ്ട് നിന്നിട്ട് പുറത്തിറങ്ങുമ്പം മീശമാധവനോട് നമ്മുടെ പിള്ളേച്ചൻ പറയും, മോൻ ഇന്ന് അവിടെ കയറരുത്. അപ്പോൾ മീശമാധവൻ പറയും, എന്നാൽ നാളെ കയറാല്ലേ എന്ന് മീശമാധവൻ പറയുമ്പോൾ നമ്മുടെ പിള്ളേച്ചൻ ഞെട്ടിക്കൊണ്ട് പറയും, അതിൻ്റെ അടുത്ത ദിവസം എൻ്റെ തലയിലാവും അത് സ്ഥിരമാണല്ലേ എന്ന് പറയുന്നത് പോലെ ഇവിടെ ആര് വന്നാലും, അതായത് ഈ അഫ്ഗാനിസ്ഥാനിൽ ഇനി ചൈന വന്നാലും ട്രംപ് വന്നാലും അല്ലെങ്കിൽ അമേരിക്ക വന്ന് പണി നടത്തിയാലും അത് നമുക്ക് കുരുവായിട്ട് വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അതെല്ലാം കൂടെ നമ്മുടെ തലയിലാവും. അതിനെക്കാട്ടിലും നമുക്ക് നല്ലത് യവന്മാർക്ക് എണ്ണയും പിണ്ണാക്കും അരിയും പുരിയും ശർക്കരയൊക്കെ ഉണ്ട് ഇട്ട് കൊടുത്തുകൊണ്ട് യവന്മാരെ മെരുക്കിയെടുത്ത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി യവന്മാരെ യൂസ് ചെയ്യുന്നതാണ്. അതാണ് ഇപ്പോൾ ഇന്ത്യൻ സർക്കാർ യഥാർത്ഥത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കണം. പക്ഷേ ഇന്ത്യൻ സർക്കാർ അവിടെ നടത്തുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, നല്ല യമണ്ടം പരിപാടിയാണ് അവിടെ നടത്തുന്നത്. പറയുമ്പോൾ തന്നെ നമ്മുടെ രോമാഞ്ചം വരുന്നത്. അമ്മാതിരി കിടുക്കാച്ചി പരിപാടിയാണ് ഇന്ത്യൻ സർക്കാർ താലിബാനെ കൊണ്ട് നടത്തുന്നതും നടത്തിക്കുന്നതും ഇനി നടത്താനിരിക്കുന്നത്. ഇതൊന്നും ഒരു മാധ്യമപ്രവർത്തകരും പണയൂല. മാധ്യമപ്രവർത്തകരുടെ പറച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താലിബാൻ്റെ പത്രസമ്മേളനത്തിൽ സ്ത്രീകളെ കയറ്റിയില്ല. അയ്യോ, പ്രിയങ്ക ഗാന്ധി ഇറങ്ങുന്നു, ജയറാം രമേശ് ഇറങ്ങുന്നു, രാഹുൽ ഗാന്ധി ഇപ്പോൾ ആമസോണിൽ ഊളിയിടാൻ പോയിരിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിക്ക് ഇറങ്ങാനായിട്ട് ഒരു ഗ്യാപ്പില്ല. ഉണ്ടായിരുന്നെങ്കിൽ ജെൻസി പിള്ളേരെ തെരുവിലിറക്കാനായിട്ട് ശ്രമിച്ചേനെ. അങ്ങനത്തുള്ളൊരു സെറ്റപ്പിലാണ് രാഹുൽ ഗാന്ധി കടന്നു പോകുന്നത്. തൊട്ടതിന് പിടിച്ചതിനെല്ലാം മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞതുമില്ല, തൊട്ടതിന് പിടിച്ചതിനെല്ലാം കലാപം നടത്തണം. ഇതാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ സ്ത്രീകളെ എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, അവിടെ കയറ്റിയില്ല. ഈ താലിബാൻ്റെ പത്രസമ്മേളനത്തിൽ കയറ്റിയില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പോയിന്റ്. പക്ഷെ നമ്മുടെ പോയിന്റ് അതൊന്നുമല്ല. നമ്മുടെ പോയിന്റ് ഒരു മാധ്യമങ്ങളും പറയാത്ത ഒരു പോയിന്റാണ്. അതായത് ഒരു മാധ്യമങ്ങളും ഈ ഒരു വാർത്ത പുറം ലോകം കാണരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കുറുകെ ഒരുപക്ഷെ പാകിസ്ഥാനെ പിളർത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് ആലങ്കാരികമായിട്ട് പറയാം. പിളർത്തി തുർക്ക്മെനിസ്ഥാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ വഴി പാകിസ്ഥാനിലേക്ക് കയറി ഇന്ത്യ ഒരു നാച്ചുറൽ ഗ്യാസ് പൈപ്പ് ലൈൻ ഇങ്ങോട്ടേക്ക് സ്ഥാപിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് തോന്നും, പാകിസ്ഥാനിലൂടെ ഇന്ത്യ നാച്ചുറൽ ഗ്യാസ് പൈപ്പ് ലൈൻ അതെങ്ങനെ സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നൂലേ? ആ തോന്നലിനുള്ള ഉത്തരമെല്ലാം പിറകെ വരുന്നുണ്ട്. ആദ്യം ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചു, ധനുഷ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം, അതായത് ഈ സ്ത്രീകൾ എന്തുകൊണ്ടാണ് അവിടെ കയറ്റാത്തത്, വളരെ മോശപ്പെട്ടൊരു പരിപാടിയല്ലേ, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ഇങ്ങനെയൊക്കെ നടക്കുന്നത് വളരെ മോശമല്ലേ? അതിന് കൃത്യവും വ്യക്തവുമായിട്ടുള്ള മറുപടിയുണ്ട്. നമ്മുടെ പോയിൻ്റ് അതല്ലെങ്കിലും അത് പറഞ്ഞു പോവാം, നിങ്ങൾക്കായിട്ട് അത് പറഞ്ഞു പോവാം. അതായത് ഈ ജനീവ കൺവെൻഷൻ എന്ന് പറഞ്ഞൊരു കൺവെൻഷനുണ്ട്. ഈ ജനീവ കൺവെൻഷൻ എന്ന് പറയുന്ന കൺവെൻഷനുകളിൽ ഒരു രാജ്യത്തെ എംബസികൾക്കുള്ള അധികാരം എന്താണെന്ന് കൃത്യമായിട്ട് അളന്നു കുറിച്ച് പറഞ്ഞ് അത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ നമ്മുടെ രാജ്യത്ത്, അതായത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് നിയമവും പാസ്സാക്കിയിട്ടുണ്ട്. ഒരു രാജ്യത്തിൻ്റെ എംബസി, ഉദാഹരണത്തിന് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ്റെ എംബസി നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഇന്ത്യൻ മണ്ണിലാണ് അതിരിക്കുന്നത്, ആ എംബസി ഇരിക്കുന്നത് നമ്മുടെ മണ്ണാണ്. എന്നിരുന്നാലും ആ എംബസിയുടെ പരമാധികാരം അഫ്ഗാനിസ്ഥാനിലാണ്. ആ എംബസിയുടെ പരമാധികാരം. ഈ സ്നോഡൻ്റെ കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതായത് ഈ സ്നോഡൻ്റെ കഥയൊക്കെ കേൾക്കുന്നവർക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവും. അതായത് ഇപ്പോൾ ഒരു എംബസി, ഇപ്പോൾ ഒരു അഫ്ഗാൻ പൗരൻ ഇവിടെ വന്ന് ഒരു കൊലപാതകം ചെയ്തു, ഇന്ത്യയിൽ വന്നൊരു കൊലപാതകം ചെയ്തു, അവന് എയർപോർട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫ്ലൈറ്റ് കയറി അഫ്ഗാനിസ്ഥാനിൽ പോകാനായിട്ട് പറ്റില്ല, കാരണം പിടിക്കപ്പെടും. അതുകൊണ്ട് ഇവൻ എന്ത് ചെയ്യും, അഫ്ഗാനിസ്ഥാൻ എംബസിയിലോട്ട് ഓടിക്കയറും. അഫ്ഗാനിസ്ഥാൻ എംബസിക്കകത്തോട്ട് ഇവൻ ഓടിക്കയറിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ പോലീസിന് പോലും ആ എംബസിക്കകത്ത് കയറാനായിട്ട് പറ്റില്ല. അങ്ങനെ കയറണമെങ്കിൽ അഫ്ഗാനിസ്ഥാൻ്റെ അനുമതി വേണം. ഇത് അഫ്ഗാനിസ്ഥാന് മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യ എന്നാലും ശരി തന്നെയാണ്. ഇന്ത്യക്കും ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ എംബസികളുണ്ട്. അവിടുത്തെ സ്ഥിതി ഇത് തന്നെയാണ്. ഇന്ത്യൻ എംബസി എന്ന് പറഞ്ഞാൽ ഇന്ത്യ പറയും അകത്തോട്ട് കയറണോ പുറത്തോട്ട് ഇറങ്ങണോ എന്നൊക്കെ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ, അതിക്രമിച്ച് കയറിക്കഴിഞ്ഞാൽ അത് ഈ കരാറിൻ്റെ ലംഘനമാണ് എന്നുള്ളതാണ് മറ്റു പ്രധാനപ്പെട്ട കാര്യം. എന്തായിരുന്നാലും ഇന്ത്യൻ അതോറിറ്റീസിനും ലോ എൻഫോഴ്സിങ് ഏജൻസീസിനും ഒന്നും തന്നെ ഇതിനകത്തോട്ട് കയറാൻ യാതൊരുവിധ
എന്തില്ല, പ്രൊവിഷൻ ഇല്ല. അത് നിയമമാണ്. അതുകൊണ്ട് തന്നെ ഈ പത്രസമ്മേളനം നടത്തിയിരിക്കുന്നത് താലിബാനാണ്. അവരുടെ എംബസിയിൽ വെച്ചാണ് ഇത് നടത്തിയിരിക്കുന്നത്. ആ എംബസിയിൽ താലിബാൻ പറയുകയാണ് ഇതിനകത്തോട്ട് സ്ത്രീകൾ വരണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരണ്ട, അത്ര മാത്രമേ ഉള്ളൂ. കാരണം അത് നിയമമാണ്. എന്താണ്? നിയമമാണ്. ഇത് നമ്മുടെ രാജ്യമാണ്, നമ്മുടെ എംബസിയാണ് എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യമില്ല. അത് നിയമമാണ്. അങ്ങനെ വിദേശത്തും അങ്ങനെ തന്നെയാണ് നിയമം. നമ്മളിപ്പോൾ ഈ കാനഡയിലും നമ്മൾ UK കേട്ടിട്ടില്ലേ, ഇന്ത്യൻ ഹൈക്കമ്മീഷണറുടെ വസതി ആക്രമിച്ചു, ഇന്ത്യൻ എംബസിക്ക് മുന്നിൽ പ്രതിഷേധം നടന്നു. അത് നമ്മുടെ രാജ്യത്തിന് നേരെ നടക്കുന്ന നമ്മുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന പ്രതിഷേധമായിട്ട് നമ്മൾ കണക്കിലാക്കും. അങ്ങനെ കണക്കിലാക്കിയിട്ട് നമ്മൾ ആ രാജ്യത്തിന് എന്ത് ചെയ്യും? ആ രാജ്യത്തെ പലതരത്തിലുള്ള ആക്രമണങ്ങൾ ആ രാജ്യത്തിലേക്ക് അഴിച്ചുവിടും. അത് ഏത് രീതിയിലും ആകാം. സാമ്പത്തികമായിട്ടുള്ള ഉപരോധമാകാം, ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തലാകാം, ഇവിടെ നിന്നെല്ലാം പൂട്ടിക്കെട്ടി പൊക്കോ എന്ന് പറയലാകാം. അങ്ങനെ പല സാധനങ്ങളുമുണ്ട്. അപ്പോൾ ഇത്രയും സമയം വെറുതെ വേസ്റ്റായിട്ട് പോയി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആ പൈപ്പ് ലൈൻ്റെ പദ്ധതിയാണ്. അത് ഒരു യമണ്ട പദ്ധതിയാണ്. ഈ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ TAPI എന്നാണ് ഇതിൻ്റെ പേര്. TAPA. T stands for തുർക്ക്മെനിസ്ഥാൻ, A stands for അഫ്ഗാനിസ്ഥാൻ, P stands for പാകിസ്ഥാൻ, അതുവഴി I stands for എന്താണ്? ഇന്ത്യ. തുർക്ക്മെനിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഗംഭീര പൈപ്പ് ലൈനാണ് അവിടെ നിന്ന് വരാൻ പോകുന്നത്. ഈ തുർക്ക്മെനിസ്ഥാൻ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഈ തുർക്ക്മെനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം 2015 എന്ന് പറയുന്ന ഒരു സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടൂറ് പോവുകയാണ്. നരേന്ദ്രമോദി എന്നിവിടെയുള്ള കമ്മിക്കുട്ടന്മാരൊക്കെ വിളിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹം ടൂറ് പോയിരുന്നു. അദ്ദേഹം ടൂറ് പോയപ്പോൾ കൂട്ടത്തിൽ പോയത്, അതായത് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന മുഴുവൻ, അതായത് ഒറ്റ സ്ട്രെച്ചിൽ മുഴുവനായിട്ട് സന്ദർശിക്കുന്ന GCC രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നമ്മുടെ നരേന്ദ്രമോദി എന്ന് പറയുന്നത്. കാരണം അദ്ദേഹം ഒറ്റ സ്ട്രെച്ചിൽ പോയിട്ട് എന്ത് ചെയ്തു? GCC രാജ്യങ്ങൾ മുഴുവൻ സന്ദർശിച്ചു. ആ കൂട്ടത്തിൽ തുർക്ക്മെനിസ്ഥാനും സന്ദർശിച്ചു. തുർക്ക്മെനിസ്ഥാൻ എന്തിനിടെ സന്ദർശിക്കുന്നത്? കുറേ മരുഭൂമി, കുറേ സൊട്ട സ്ഥലങ്ങൾ, പോരാത്തതിന് യാതൊരുവിധ വികസനവും ഇല്ലാതെ കിടക്കുന്ന ഒരു പ്രദേശം, സോവിയറ്റ് യൂണിയനിൽ നിന്ന് പിരിഞ്ഞു വന്ന ഒരു പ്രദേശമാണെങ്കിൽ ഒരു ഇസ്ലാമിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഭരണമൊക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തിനാണ് നരേന്ദ്രമോദി പോയത് എന്നൊക്കെ ഒരു തോന്നലുണ്ട്. ചായ കുടിക്കാൻ പോയതായിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ പൈസ എടുത്ത് അടിച്ചു പൊളിച്ച് ഇതുവഴി ഇങ്ങനെ പുളിശ്ശേരി അടിക്കാനൊക്കെ പോയതായിരിക്കും എന്ന് കുറേ കമ്മിക്കുട്ടന്മാർ ഇവിടെ പറഞ്ഞു പരത്തിയിരുന്നു. പിന്നെ അവന്മാരെ പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യമില്ല. സുഡാപ്പികളെ പിന്നെ പറഞ്ഞിട്ടേ കാര്യമില്ല എന്ന് നമുക്കറിയാം. രാജ്യത്തിന് എന്തെങ്കിലും വികസനം വരികയാണെങ്കിൽ ഏറ്റവും ആദ്യം എതിർക്കാൻ നിൽക്കുന്നത് ഇവന്മാരാണ്. താലിബാൻ എന്ന് പറയുന്ന ഇവന്മാർക്ക് വിസ്മയമായിരുന്നു ആദ്യം. പക്ഷേ താലിബാൻ ഇന്ത്യയോട് നൈസായിട്ട് ഒരു അനുഭാവം പ്രകടിപ്പിച്ചു തുടങ്ങിയപ്പോൾ ആ വിസ്മയമൊക്കെ അങ്ങ് മാറി. ഇപ്പം മീഡിയ ഫൺ എന്ന് പറയുന്ന ചാനൽ വിസ്മയം അടിക്കുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് അടിയാത്തത്? താലിബാൻ ഇന്ത്യക്ക് എതിരായിരുന്നെങ്കിൽ വിസ്മയമാണെന്ന് പറഞ്ഞാൽ അതിനകത്തിരിക്കുന്ന അരമണ്ടനായിട്ടുള്ള ദാവൂദ് വന്നിരിക്കുമ്പം മാധ്യമപ്രവർത്തകനാണ്. ദാവൂദ് സർ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറാണ് പുള്ളിക്കാരൻ. അപ്പോൾ വന്നിരുന്നുകൊണ്ട് എന്താണ് പറയുന്നത്? താലിബാൻ എന്ന് പറയുന്നത് വിസ്മയമാണ്. വിനയം കാണണം, വിനയം വാരി അങ്ങ് ഒഴുകിയാണ്. അങ്ങനെ വിസ്മയമാണെന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് അനുകൂലമാകുമ്പോൾ ഇവന്മാർക്ക് താലിബാൻ വിസ്മയമല്ല. താലിബാൻ വിസ്മയമല്ല, താലിബാൻ ഒരു മാങ്ങാത്തൊലിയല്ല. നമുക്ക് അനുകൂലമാണല്ലോ, ഇന്ത്യക്കാർക്ക് അനുകൂലമാണല്ലോ. ട്രംപ് ഇന്ത്യക്ക് അനുകൂലമായിട്ട് നിന്നപ്പോൾ ട്രംപിന് യവന്മാരെതിരായിരുന്നു. ട്രംപ് എന്ന് ഇന്ത്യക്ക് എതിരായോ അന്ന് ട്രംപിന് യവന്മാർ അനുകൂലമായി. അതാണ് ഇവരുടെ ഒരു ലൈൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ് കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത്. നരേന്ദ്രമോദി തുർക്ക്മെനിസ്ഥാനിൽ പോയി. നരേന്ദ്രമോദി തുർക്ക്മെനിസ്ഥാനിൽ പോയത് എന്താണ്? ലോകത്തിലെ തന്നെ നാച്ചുറൽ ഗ്യാസ് റിസോഴ്സസിൻ്റെ 4ാമത്തെ ഏറ്റവും വലിയ ശേഖരമുള്ള രാജ്യമാണ് ഈ തുർക്ക്മെനിസ്ഥാൻ എന്ന് പറയുന്നത്. നമ്മുടെ തലൈവർ എന്ന് പറഞ്ഞാൽ വേറെ രകമാണ്. എവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ബിസിനസ് കണ്ടുപിടിക്കാൻ, അവിടെ എത്രയൊക്കെ നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്, ഗ്യാസ് റിസോഴ്സസ് ഉണ്ട്, റെയർ എർത്ത് മെറ്റൽസ് ഉണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് തലവൻ ഇങ്ങനെ നോക്കിയിട്ട് നമ്മുടെ രാജ്യത്തിന് ആ രാജ്യം കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ എന്ന് മാത്രം നോക്കി ന്യായമായിട്ടുള്ള രീതിയിൽ കച്ചവടങ്ങൾ പറഞ്ഞുറപ്പിച്ച് ഒപ്പിട്ട് തലവൻ എന്ത് ചെയ്യും? ഇന്ത്യയിലേക്ക് മടങ്ങി വരും. ഇതാണ് തലവരുടെ ഒരു രീതി എന്ന് പറയുന്നത്. ഈ മരമണ്ടന്മാരോട് ഇതൊന്നും പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യവുമില്ല. നമുക്ക് വിവരമുള്ള കുറച്ച് ആൾക്കാർക്ക് ഇതൊക്കെ സംസാരിക്കാം. അതായത് ഈ തുർക്ക്മെനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഈ നാച്ചുറൽ റിസോഴ്സസിൽ ഏറ്റവും അധികം ഉള്ള രാജ്യമാണ്. 4ാമത്തെ സ്ഥാനമാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ നമ്മുടെ ഇന്ത്യയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ റിസോഴ്സസ്, ഊർജ്ജം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു രാജ്യമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ അവസ്ഥ? നല്ല രസമായിരിക്കുമല്ലേ? സൂപ്പറായിരിക്കും. പോരാത്തതിന് നരേന്ദ്രമോദി ചിന്തിച്ചപ്പോൾ കാണാം, അപ്പുറത്ത് നിന്ന് ഒരു ആൾ പറഞ്ഞു, സാർ ഇത് ഒരു പദ്ധതി ഉണ്ട്, ഈ TAPI എന്നാണ് ഈ പദ്ധതിയുടെ പേര്. 1991 എന്തോ ഈ കോൺഗ്രസ് തുടങ്ങി വെച്ചാണ് നാട്ടുകാരെ കണ്ണി പൊടിയുടെ. കോൺഗ്രസിന് അങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം കോൺഗ്രസ് ഒരു സാധനം തുടങ്ങി വെക്കും. ഇപ്പം മോദിയുടെ കാലത്തൊക്കെ നമ്മൾ കേൾക്കുന്നത് 2014 നരേന്ദ്രമോദി വന്നപ്പോൾ 2015-16 ആയപ്പോഴേക്കും വിഴിഞ്ഞം പദ്ധതി അടിച്ച് കൈ കൊടുത്തു. ഇപ്പോൾ ഉദ്ഘാടനവും കഴിഞ്ഞു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. മോദി ഇന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ മോദി വൈകുന്നേരം ഫോൺ എടുത്ത് കോൺട്രാക്ടർ വിളിച്ച് ചോദിക്കും, പണി തുടങ്ങിയില്ലേടേ നീ എന്നായിരിക്കും നരേന്ദ്രമോദി ചോദിക്കുന്നത്. അതാണ് മോദിയുടെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഒന്നും നാളത്തേക്ക് വെക്കില്ല.
പറ്റില്ല. ഇന്ന് രാവിലെ ഒരു സാധനം നരേന്ദ്രമോദിയുടെ മനസ്സിൽ തോന്നുകയാണ്, ഇങ്ങനെ ഒരു പദ്ധതി തുടങ്ങിയാലോ. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നരേന്ദ്രമോദി അതിൻ്റെ പണി എവിടെയായി എന്ന് വിളിച്ച് ചോദിക്കാനായിരിക്കും മോദി എടുക്കുന്നത് ഫോൺ. നമ്മുടെ ഈ സെൻട്രൽ വിസ്റ്റയുടെ പണിയൊക്കെ നമ്മൾ കണ്ടതാണ്. സെൻട്രൽ വിസ്റ്റയുടെ പണിയൊക്കെ ഷടപട എന്നാണ് തീർന്നത്. രാജ്യത്ത് നടക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുകളെല്ലാം നമ്മൾ കണ്ടതാണ്. എല്ലാം ശരവേഗത്തിലാണ് തീർന്നു പോകുന്നത് എന്നുള്ളതാണ്. കോൺഗ്രസ് ആണെങ്കിൽ ഇതിങ്ങനെ കല്ലിട്ട് വെച്ചിട്ട് ഒരു 25 വർഷം കഴിയുമ്പോൾ ഒന്ന് അനങ്ങിയിട്ട് വീണ്ടും ഒരു 25 വർഷം കഴിയുമ്പോൾ കമ്മീഷൻ എല്ലാം കഴിഞ്ഞ് നേതാക്കന്മാരെ വീടൊക്കെ പൊങ്ങിക്കഴിഞ്ഞ ശേഷം മിച്ചം വല്ലതും ഉണ്ടെങ്കിൽ വല്ല ചല്ലിയ ഗ്രാവല വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ വാരി ഇടടേ എന്ന് പറയും. പോരാത്തതിന് അടുത്ത മഴയിൽ അത് ഒലിച്ചു പോവുകയും ചെയ്യും. ഇതാണ് ഇവന്മാരുടെ ഒരു ഗുണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ മോദിയുടെ അടുത്ത് നിൽക്കുന്ന ആൾ പറഞ്ഞു 1991 മറ്റോ ആണ് ഇങ്ങനൊരു സെറ്റപ്പ് ഇവന്മാർ തുടങ്ങി വെച്ചിട്ടോ, നമുക്കതങ്ങ് പുനരുജ്ജീവിപ്പിച്ചാലോ. അപ്പോൾ മോദി ചോദിച്ചു, എന്ത് തുടങ്ങി വെച്ചിട്ട് ഇവന്മാർ എന്താണത് മുമ്പിലോട്ട് പോകാത്തതെന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൽ ആ സമയത്ത് താലിബാൻ്റെ ഒരു അട്രോസിറ്റി ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ആ സ്ഥലത്തൂടെ നമുക്ക് പൈപ്പ് ലൈൻ ഇടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഈ പൈപ്പ് ലൈൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഗാൽക്കിനിഷ് ഗ്യാസ് ഫീൽഡ് എന്ന് പറയുന്ന ടർക്കിഷ് ഗ്യാസ് ഫീൽഡിലൂടെ ഇത് നേരെ അഫ്ഗാനിസ്ഥാനിലേക്ക് കയറും. അഫ്ഗാനിസ്ഥാനിലെ ഹെറാത്ത് വഴി കാണ്ഡഹാർ വഴി നമ്മുടെ ബലൂചിസ്ഥാനിലെ ക്വറ്റ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ക്വറ്റയിൽ വന്ന് കയറും. ക്വറ്റയിൽ നിന്ന് നേരെ മട്ടാറിൽ വന്ന് കയറി, മട്ടാർ വഴി നേരെ നമ്മുടെ പഞ്ചാബ് അതിർത്തിയിൽ വന്ന് കയറി. ഈ പൈപ്പ് ലൈൻ അങ്ങനെയാണ് വരുന്നത്. പഞ്ചാബ് അതിർത്തിയിൽ വന്ന് കയറി ഫസിൽക്ക എന്ന് പറയുന്ന പഞ്ചാബ് അതിർത്തിയിലെ ഫസിൽക്കയിൽ വന്ന് കയറും. ഫസിൽക്കയിൽ വന്നിട്ട് ഈ പൈപ്പ് ലൈൻ നേരെ ന്യൂഡൽഹിയിലേക്ക് വരും. ഇതാണ് ഇതിൻ്റെ ലൈൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലല്ലേ? ഒരു കാര്യം ചെയ്യും, മാപ്പ് ഇട്ട് തരാം. അതാ പിടിച്ചോ, ഇതാണ് ആ മാപ്പ് എന്ന് പറയുന്നത്. ഈ മാപ്പ് കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. കണ്ടോ, ഇതാണ് ആ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കടന്നു വരുന്ന വഴി എന്നൊക്കെ പറഞ്ഞാൽ വളരെ ദുർഘടം പിടിച്ച വഴികളാണ്. ഈ വഴികളിലൂടെയൊക്കെ ഇത് നടത്തിയെടുക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു ശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരി തന്നെ വേണം. നരേന്ദ്രമോദിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 370 ആർട്ടിക്കിൾ 370 ഒരു സമയത്ത് കശ്മീർ എന്ന് കേട്ടാൽ ഇന്ത്യയിലെ ജനങ്ങൾ ഇപ്പോൾ എടുക്കുമായിരുന്നു. ഇപ്പോൾ ചിരിക്കും കശ്മീർ എന്ന് കേട്ടാൽ. ഒരു സമയത്ത് പാകിസ്ഥാൻ എന്ന് കേട്ടാലേ ഇന്ത്യയിലെ ജനങ്ങൾ വിറയ്ക്കുമായിരുന്നു. ഇപ്പോൾ അമേരിക്ക എന്ന് കേട്ടാൽ ചിരിക്കും. അങ്ങനത്തെ രീതിയിലാണ് നരേന്ദ്രമോദി കാര്യങ്ങളെ കൊണ്ട് എത്തിച്ച് വച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് നരേന്ദ്രമോദി ഇങ്ങനെ നമ്മുടെ ചതിക്കാത്ത ചന്തുല ലാലിനെ പോലെ ഇങ്ങനെ തലയിൽ ഒരു തൊപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ട് ടഫ് സബ്ജക്റ്റാ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് നരേന്ദ്രമോദി എന്ത് ചെയ്യും, നമുക്കിത് സെറ്റാക്കുക എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ഇന്ത്യയിലേക്ക് വന്നു. താലിബാനെ അമേരിക്ക എടുക്കുന്നു. കഴിഞ്ഞ ദിവസം മുത്താക്കി ഇവിടെ വന്ന് സംസാരിച്ച കൂട്ടത്തിൽ ആ ഗ്യാസ് പൈപ്പ് ലൈൻ നമുക്കങ്ങ് തുടങ്ങിയാലോ. നീ കുറേ നാളായി ഇത് തുടങ്ങാമെന്ന് പറയണത്. നീ ഒന്നാമത് നിൻ്റെ വിലക്കും മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി വച്ചിരിക്കുകയാണ്. പിന്നെ നീ ഇവിടെ വന്നപ്പോൾ തന്നെ നിനക്കൊക്കെ വേണ്ടിയിട്ടുള്ള മരുന്നും കുണ്ടാമണ്ടിയൊക്കെ ഞാൻ അവിടെ എത്തിച്ചിട്ടുണ്ട്. പിന്നെ തിന്നാനുള്ള അരി പുരി ശർക്കര ഉണ്ടാക്കി അവിടെ തന്നിട്ടുണ്ട്. പകരം നമുക്കെന്തെങ്കിലും ഒന്ന് താടേ, നിൻ്റെ അടുത്ത് നിന്ന് നമ്മളൊന്നും ചോദിക്കുന്നില്ലല്ലോ. നീ ഒരു കാര്യം ചെയ്യും, നമുക്ക് ഗ്യാസ് പൈപ്പ് ലൈൻ തുടങ്ങി. ഈ തർക്ക്മെനിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്തുണ്ടല്ലോ, അവന്മാർ അതിൻ്റെ പണി മൊത്തം പൂർത്തിയാക്കി ഇട്ടിരിക്കുകയാണ്. അവന്മാർ ശരവേഗത്തിൽ, ഞാൻ 2015 അവിടെ പോയി കഴിഞ്ഞ ശേഷം ഞാൻ അവിടെയൊക്കെ പറഞ്ഞെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പണി മൊത്തം പൂർത്തിയാക്കി. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നീയൊക്കെ വന്നുകൊണ്ട് കുഴപ്പമില്ല, നീയൊക്കെ ജീവൻ കൊടുത്തു അത് സംരക്ഷിച്ചോളൂ. ഗ്യാസ് പൈപ്പ് ലൈൻ അതിനകത്തൂടെ വന്നാൽ സംരക്ഷിച്ചോളൂ. പക്ഷേ പാകിസ്ഥാനാണ് പ്രശ്നമെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം റഷ്യയുടെ പുടിൻ താലിബാനുമായിട്ടൊരു മീറ്റിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട് മോസ്കോയിൽ വെച്ചിട്ട്. താലിബാനെ നിരോധിച്ചൊരു രാജ്യമാണ് റഷ്യ എന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അവിടെ ഈ റഷ്യയിലെ പുടിൻ താലിബാനെ മീറ്റിംഗ് വിളിച്ചിട്ട് എന്ത് ചെയ്തു, പല കാര്യങ്ങളും പറഞ്ഞുറപ്പിച്ചു. രഹസ്യമാണ്. ആ കാര്യം എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ അതിനും ഒരു മാസം മുമ്പ് ഈ റഷ്യ എന്ന് പറയുന്ന രാജ്യം നൈസായിട്ട് പാകിസ്ഥാനിലോട്ടൊന്ന് നോക്കിയിട്ട് അവിടെ ഒരു പൈപ്പ് ലൈൻ ഇടണം. അവിടെ ഒരു പൈപ്പ് ലൈൻ ഇടാനുള്ള ഒരു സെറ്റപ്പ് നമ്മളിങ്ങനെ തുടങ്ങി വെച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് കറാച്ചി തുറമുഖത്ത് നിന്ന് നമുക്ക് പഞ്ചാബ് പ്രവിശ്യയിലോട്ട് പോകാം എന്നുള്ളൊരു രീതിയിലാണ് ആ പൈപ്പ് ലൈൻ നമ്മൾ തുടങ്ങിയിട്ടത്. അപ്പോൾ ഷഹബാസ് ഷെരീഫ് എന്ന് പറയുന്ന ഈ വൈഷ്ണവ ജന്നത്തോ രാജ്യം മുഴുവൻ തെണ്ടാനായിട്ട് നടക്കുന്ന ഇവനെ വിളിച്ചിട്ട് പുടിൻ ചോദിച്ചിടെ ഈ ഒരു പൈപ്പ് ലൈൻ അങ്ങോട്ട് ഇടണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, ഇത് മൊത്തത്തിൽ ഞാൻ നോക്കിക്കോളാം എന്നാണ് പറഞ്ഞത്. ഒരു കാര്യം ചെയ്യും, 75% നീ നോക്ക്, എന്നിട്ട് നീ ഒരു കാര്യം ചെയ്യുക, പൈപ്പ് ലൈൻ അങ്ങോട്ട് ഇട്ടേരെ എന്ന് പുടിൻ പറഞ്ഞു. ആ സമയത്ത് ഷഹബാസ് ഷെരീഫ് ഇടാണ്ണ എന്ന് പറഞ്ഞു. അപ്പോൾ പുടിൻ ഒന്ന് ഞെട്ടി, എങ്ങനെ ഇടാണ്ണ? പക്ഷേ ഇപ്പോഴും ഈ 70%, ഈ തെണ്ടി തിരിഞ്ഞിരിക്കുന്ന യവന്മാർക്ക് ഈ 70% പൈസ എവിടെ നിന്ന് കിട്ടി എന്നാർക്കും ഒരു പിടിയില്ല. എനിക്കും പിടിയില്ല. ഇവിടെ നിന്നാണ് യവന്മാർക്ക് ഈ പൈസ കിട്ടിയത്. ഇനി പുടിൻ കൊടുത്തോ, അന്തർധാര വഴി വേറെ വല്ലവന്മാരും കൊടുത്തോ, ഇന്ത്യയൊന്നും അങ്ങനെയൊന്നും വഴിയില്ല. അതൊക്കെ നമ്മൾ ചിന്തിക്കാൻ പോലും പാടില്ല അങ്ങനെ. പക്ഷേ എങ്കിലും ഇങ്ങനൊരു പൈപ്പ് ലൈൻ വരുന്നുണ്ട്. ഇവർക്ക് പൈസ എവിടെ നിന്നാണെന്നോ യാതൊരുവിധ ഐഡിയയും ഇല്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇടാമെന്ന് ഇവന്മാർ പറഞ്ഞു. ഇടാം. താലിബാനുമായിട്ട് പുടിൻ ഒരു മീറ്റിംഗ് അവിടെ നടത്തുന്നു. ഇന്ത്യയിൽ നരേന്ദ്രമോദി ഒരു മീറ്റിംഗ് നടത്തുന്നു. ഈ പൈപ്പ് ലൈൻ എന്ത് ചെയ്യുന്നു, ഈ പൈപ്പ് ലൈൻ നമുക്ക് തുടങ്ങണം എന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ
റഷ്യയിൽ താലിബാൻ ഇപ്പോൾ ഈ റഷ്യ ഒരു പൈപ്പ് ലൈൻ ഇങ്ങോട്ട് കറാച്ചി ടു പഞ്ചാബ് ഒരു പൈപ്പ് ലൈൻ ഇടുന്നുണ്ടല്ലോ. ഇന്ത്യക്കാണെങ്കിൽ തുർക്ക്മെനിസ്ഥാനിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു പൈപ്പ് ലൈൻ ഇടണം, പാകിസ്ഥാനകത്ത്. അപ്പോൾ 2 പൈപ്പ് ലൈൻ ഉണ്ട് ഇതിനകത്ത്, റഷ്യയുടെയും ഇന്ത്യയുടെയും. ഈ 2 പൈപ്പ് ലൈനും ഇടുമ്പോൾ ഇതിനകത്ത് ഒരുപാട് റിസ്ക് ഫാക്ടറുകൾ ഉള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ ഒരു മുഷിഞ്ഞ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോരാതെ തന്നെ പാകിസ്ഥാനകത്തുള്ള ടെററിസം വലിയൊരു വിഷയമാണ്, പാക് അധീന കശ്മീർ ഒരു വിഷയമാണ്. അതുപോലെ തന്നെ ഹൈ ടെൻഷൻ മൂഡിലാണ് നമ്മുടെ നയതന്ത്രം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള. പോരാതെ തന്നെ പാകിസ്ഥാനിലൂടെ ഗ്യാസ് പൈപ്പ് ലൈൻ ഇടുന്നത് ഒരു റിസ്കി പ്രോജക്റ്റാണ് എന്നാണ് പലരും നരേന്ദ്രമോദിയുടെ കാതിൽ ഓതി കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല, അതിനകത്തൂടെ പൈപ്പ് ലൈൻ പോകുമ്പോൾ സപ്ലൈ കട്ട് ചെയ്യാൻ പാകിസ്ഥാൻ വളരെ വേഗം സാധിക്കും. കാരണം പാകിസ്ഥാൻ കഴിഞ്ഞിട്ടാണല്ലോ ഇത് ഇന്ത്യയിലോട്ട് വന്ന് കയറുന്നത്. ഇന്ത്യ കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുന്നതെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് വിടായിരുന്നു, നമ്മൾ അത് ചെയ്യുകയും ചെയ്യും. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവന്മാരെ നമ്പാൻ പറ്റില്ല. അപ്പോൾ അതിന് നമുക്ക് അവിടെ ഒരു സുരക്ഷ വേണം. അപ്പോൾ റഷ്യയുടെ പൈപ്പ് ലൈനും പോകുന്നുണ്ട്, ഇന്ത്യയുടെയും പോകുന്നുണ്ട്. ഇതിന് രണ്ടിനും കൂടെ ഒരു സുരക്ഷ ആര് തരും? അപ്പോൾ താലിബാൻ ഇതിങ്ങോട്ട് നോക്കി, പിന്നെ ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കുന്ന താലിബാൻ എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് നമ്മൾ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കുകയാണ്. അപ്പോൾ ഉടനെ ഇന്ത്യയും പുടിനും കൂടെ ചോദിച്ചു, എങ്ങനെ നീയൊക്കെ അതിനകത്ത് കയറി നമുക്ക് സുരക്ഷ തരും? അതിനല്ലേ ഏവൻ നമ്മുടെ പ്രോക്സി തെഹ്രീക്കെ താലിബാനൊക്കെ അതിനകത്തുണ്ടല്ലോ. അവന്മാർ വഴി നമ്മൾ എന്ത് ചെയ്യും? ഒരു സുരക്ഷ തരാനുള്ള ഒരു സെറ്റപ്പ് നമ്മൾ ഒപ്പിക്കാം എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള സെക്യൂരിറ്റിയുടെ ഉറപ്പ് ഇന്ത്യക്കും മോസ്കോയ്ക്കും താലിബാൻ കൊടുത്തിട്ടുണ്ട് എന്ന് പല വൃത്തങ്ങളും പറയുന്നുണ്ട്. അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവന്മാർ കണ്ണിലെ കൃഷ്ണമണി പോലെ ഇത് സംരക്ഷിക്കും. ഇനി എന്തിനാണ് ഇവന്മാർ ഇത് സംരക്ഷിക്കുന്നത്? ഇനി ഇവന്മാർ ഇത് സംരക്ഷിച്ചില്ലെങ്കിലും പാകിസ്ഥാൻ ഇത് സംരക്ഷിക്കും. പാകിസ്ഥാൻ ഇത് സംരക്ഷിച്ചില്ലെങ്കിൽ റഷ്യ അവന്മാരെ പരിപ്പെടുക എന്നുള്ളതാണ് വേറൊരു കാര്യം. കാരണം റഷ്യയുടെ പൈപ്പ് ലൈൻ അതിനകത്തൂടെ പോകുന്നുണ്ട്. ഇത് സംരക്ഷിക്കും എന്ന് പറയാനുള്ള കാരണം പാകിസ്ഥാൻ ഇത് ആവശ്യമുള്ളൊരു കാര്യമാണ്. അതായത് നമുക്ക് മാത്രമല്ല ഇത് ആവശ്യം, പാകിസ്ഥാനും ഇത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാരണം പാകിസ്ഥാൻ ഇപ്പോൾ തകരാൻ പോവുകയാണ്. പാകിസ്ഥാൻ സമ്പൂർണ്ണമായിട്ട് തകർന്നു കഴിഞ്ഞാൽ അവിടെ വലിയ രീതിയിലുള്ള നാച്ചുറൽ ഗ്യാസ് റിസോഴ്സ് അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസിൻ്റെ ആവശ്യം പാകിസ്ഥാനി എപ്പോഴും ഉണ്ട്. ആട്ടയ്ക്കും കൂട്ടയ്ക്കൊക്കെ ഇങ്ങനെ വില ഇങ്ങനെ കുതിച്ചുയർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഈ പൈപ്പ് ലൈൻ എന്ന് പറയുന്ന സാധനം അതിനകത്തോട്ട് ഇടാനുള്ള പദ്ധതി 1990-കളിൽ അവന്മാർ ആലോചിച്ചു. അഫ്ഗാനിസ്ഥാൻ ടെററിസവും സെക്യൂരിറ്റി ലോസും ഒക്കെ വലിയ വിഷയമായതുകൊണ്ട് അതിൽ നമ്മൾ എന്ത് ചെയ്തു? അബാൻഡൻ ചെയ്തു. പോരാത്തതിന് ഇന്ത്യ പാക് ഇഷ്യൂസ്, പോരാത്തതിന് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ഭയം. കാരണം ഇവിടെ ഇത് ഇടാനായിട്ട് ആരും വരത്തില്ല. ആര് വരും ഈ ചുടുകാട്ടിലൊക്കെ ഇത് ഇടാൻ? പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞാൽ ചുടുകാടാണ്. അവിടെയൊക്കെ ഇടാൻ ആര് വരും? എൻ്റെ ഒരു 1000 കോടിയുണ്ട്. എൻ്റെ അടുത്ത് വന്ന് ഇപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള രാജീവ് ഗാന്ധി ആരെങ്കിലും പറയണ അളിയെ ഒന്ന് ഇടടാന്ന് പറഞ്ഞാൽ ഞാൻ പറയും പോയി പണി നോക്കാൻ പറയാം. കാരണം ഇവിടെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ പൈസയും പോവും, ഉള്ള മാനവും പോവും, എല്ലാം പോകും. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് ആരും വരില്ല. ഇൻവെസ്റ്റേഴ്സിന് ഇവിടെ ഫിയർ ഉണ്ട്. പോരാത്തതിന് ആ സമയത്ത് നമ്മുടെ ഏഷ്യൻ ബാങ്ക് ഉണ്ടല്ലോ, ഏഷ്യൻ ബാങ്ക് സാങ്കേതികമായിട്ടുള്ള ഒരു സപ്പോർട്ട് നമ്മൾ തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ സപ്പോർട്ട് കൊണ്ട് ഇത് ഫണ്ട് ചെയ്യുന്നത് ആരാണ്? ഇത് തുർക്ക്മെനിസ്ഥാൻ ഗ്യാസ് കമ്പനിയാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇത് നിർവാഹകർ എന്ന് പറയുന്നത് ഇതിൻ്റെ. അപ്പോൾ അവിടെ നിന്നും ഈ സംഭവം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇന്ത്യക്ക് 14 ക്യൂബിക് മീറ്റർ ഗ്യാസാണ് ലഭിക്കാൻ പോകുന്നത്. 33 ബില്യൺ ക്യൂബിക് മീറ്റർ ഗ്യാസാണ് ഇതിനകത്തൂടെ നമ്മൾ പമ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ 14 ക്യൂബിക് മീറ്റർ ഗ്യാസ് ഇന്ത്യക്ക് ലഭിക്കും. ആ ഗ്യാസ് ഇന്ത്യക്ക് ലഭിക്കും. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പാകിസ്ഥാനിൽ ലഭിക്കും. അഫ്ഗാനിസ്ഥാനിൽ 5 ക്യൂബിക് മീറ്റർ ഗ്യാസ് അത് ലഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഗുണമുള്ളൊരു പദ്ധതിയാണ്. പാകിസ്ഥാനും ഗുണമുള്ളൊരു പദ്ധതിയാണ്, ഇന്ത്യക്ക് വളരെയധികം ഗുണമുള്ളൊരു പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനും ഇത് ജീവൻ കൊടുത്ത് സംരക്ഷിക്കുമെന്നുള്ളത് യാതൊരുവിധ തർക്കവുമില്ല. അല്ലെങ്കിൽ റഷ്യ അവന്മാരുടെ പരിപ്പെടുക്കും. കാരണം റഷ്യയുടെ പൈപ്പ് ലൈൻ കൂടെ പോകണം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. ഇനി ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ ദീർഘകാല ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ ഈ പൈപ്പ് ലൈൻ കൊണ്ടുവരാനുള്ളൊരു പദ്ധതി ഇപ്പോൾ താലിബാനും ഇന്ത്യയും കൂടെ ഇപ്പോൾ കൃത്യമായിട്ട് മെനഞ്ഞെടുത്തിട്ടുണ്ട്. പോരാത്തതിന് റഷ്യ അവിടെ മോസ്കോയിലെ അവന്മാരെ വിളിച്ചിട്ട് ഈ പൈപ്പ് ലൈൻ കൂടെ അതിൻ്റെ കൂടെ സെറ്റ് ചെയ്യാനുള്ള ഒരു സംഭവം വച്ചിട്ടുണ്ട്. അങ്ങനെ അത് വേറൊരു സൈഡിൽ കൂടെ പോകുന്നു. ഇനി നിലവിൽ ഇതിൻ്റെ ഒരു ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഈ കരാറിൻ്റെ ഭാഗമാണെന്നുള്ളതാണ്. 2000 അതായത് 2000 ആ വർഷത്തിൽ എന്ത് ചെയ്തു? പാകിസ്ഥാൻ ഈ കാര്യത്തിൽ ഒപ്പുവെച്ചതാണ്. പാകിസ്ഥാൻ ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമാണ്, ഇത് ഒപ്പുവെച്ചിട്ടുണ്ട് പാകിസ്ഥാൻ. അതുകൊണ്ട് പാകിസ്ഥാൻ ഇതിൽ എതിർപ്പൊന്നുമില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. നമ്മൾ അവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഇതിൻ്റെ ഇടയിൽ നിൽപ്പുള്ളൂ. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് 2010 ഡിസംബർ 11 അഷ്കാബട്ട് എഗ്രിമെൻറ്റിലും യുവമാർ ഒപ്പുവെച്ചിട്ടുണ്ട്. നമ്മളും ഒപ്പുവെച്ചിട്ടുണ്ട്, അവന്മാരും ഒപ്പുവെച്ചിട്ടുണ്ട്, എല്ലാവരും ഒപ്പുവെച്ച് ഇങ്ങനെ ഈ പദ്ധതി ഇങ്ങനെ നിലച്ചിരിക്കുകയാണ്. അപ്പോൾ 2015 നരേന്ദ്രമോദി വന്ന ശേഷം ഒരു അവസരം കാത്തിരിക്കുകയാണ് പാകിസ്ഥാൻ്റെ കുറുകെ കൂടെ ഈ സംഭവം ഇങ്ങോട്ട് എടുത്ത് ഇന്ത്യയിലോട്ട് ഇതിങ്ങോട്ട് ക്യാരി ചെയ്തുകൊണ്ട് വരാൻ. അപ്പോൾ ഇത് സംരക്ഷിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഉണക്കത്തങ്ങാണ് ഈ താലിബാൻ എന്ന് പറയുന്നത്. ഈ വാർത്തയൊന്നും ആരും പറഞ്ഞു തന്നിട്ടില്ലല്ലോ. ഇതാണ് നമ്മുടെ മാധ്യമങ്ങളുടെ വലിയൊരു ഗുണം എന്ന് പറയുന്നത്. അവർക്ക് എപ്പോഴും
ഈ സ്ഫടികത്തിലൊരു ഡയലോഗുണ്ട്, സ്ഫടികത്തിലേ അല്ല, അത് പണ്ടേ ഉള്ള ഡയലോഗാണ്. ക്ഷീരമുള്ളൊരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. അതായത് നല്ല പാലുള്ള അകിടിലും കൊതുക് വന്നിരിക്കുമ്പോൾ ചോര മാത്രമേ അത് കുടിക്കാറുള്ളൂ, അത് പാല് കുടിക്കാറില്ല. സയൻറ്റിഫിക്കായിട്ട് നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ കൊതുകിന് ചോരയാണ് ഇഷ്ടം. പാല് കുടിച്ചു കഴിഞ്ഞാൽ കൊതുക് ചത്തുപോകും എന്നുള്ളതാണ് വേറൊരു കാര്യം. എങ്കിലും നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയാം. അതായത് ഈച്ചയുടെ ജോലി എന്താണ്? മലം ക്യാരി ചെയ്യുക എന്നുള്ളതാണ് ഈച്ചയുടെ ജോലി. ആ ഈച്ചയെ പോലെയാണ് ഇവിടെയുള്ള മാധ്യമപ്രവർത്തകർ. അതായത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ക്യാരി ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളതാണ്, അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്നുള്ളതാണ് ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ. രണ്ടാമത്തെ എക്സാമ്പിൾ കുറച്ചുകൂടെ കിടുക്കാച്ചിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. താങ്ക് യു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യമാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ താലിബാൻ ഇവിടെ വന്നതിൽ വലിയ അർത്ഥങ്ങളുണ്ട്. നമ്മൾ വലിയ അർത്ഥത്തിൻ്റെ പേരിലാണ് ഇവന്മാരെ വിളിച്ച് കയറ്റിയിരിക്കുന്നത്. ഇവന്മാർ ഇപ്പോഴും ഭീകരവാദികൾ തന്നെയാണ്. ഇവന്മാരെ വിളിച്ച് കയറ്റാൻ നമ്മുടെ തലയ്ക്ക് ഓളമൊന്നുമില്ല. അതായത് എപ്പോഴും ഞെട്ടാൻ നമുക്ക് വട്ടമൊന്നുമില്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ തലയ്ക്ക് ഓളമൊന്നുമില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയാതെ പോകുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് പറയാതെ പോകാൻ പറ്റത്തില്ല. കാരണം സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുടെ മുത്തലാഖ് വന്നപ്പോൾ നീയൊക്കെ എവിടെയായിരുന്നേ? മുത്തലാഖ് വന്നപ്പോൾ ഇവിടെ സ്ത്രീകൾക്ക് 1-ാം തലാഖ്, 2-ാം തലാഖ്, 3-ാം തലാഖ്, മുത്തലാഖ് എന്ന് പറഞ്ഞ് ചൊല്ലിയിട്ട് സ്ത്രീകളെ ഈസിയായിട്ട് നടുത്തരിവിലോട്ട് എറിയുന്ന ഒരു നിയമം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ആ നിയമത്തിനെ എടുത്ത് കളഞ്ഞിട്ട് മുത്തലാഖ് നിരോധന നിയമം എന്ന് പറഞ്ഞൊരു നിയമം നരേന്ദ്രമോദി കൊണ്ടുവന്നു. അപ്പോൾ നീയൊക്കെ എവിടെയായിരുന്നു? അപ്പോൾ സ്ത്രീകൾക്ക് എന്താണ്? സ്ത്രീകൾക്ക് സ്വാഭിമാനമൊന്നും ഇല്ലായിരുന്നോ? സ്ത്രീകൾക്ക് ആ സമയത്ത് സ്വാഭിമാനമൊന്നുമില്ല. 18 വയസ്സിൽ നിന്ന് 21 വയസ്സാക്കി സ്ത്രീകളുടെ വിവാഹപ്രായം ഉയർത്തണം എന്നുള്ളൊരു നിയമം കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നീയൊക്കെ അയ്യോ വർഗീയത പറയുന്നേ എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തിയായിരുന്നല്ലോ. ആ സമയത്ത് നിന്നെ ഒന്നും കണ്ടില്ലല്ലോ. പോരാത്തതിന് ഇവിടെ സ്ത്രീകളെ പള്ളികളിൽ കയറ്റുന്നുണ്ടോ? ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ കയറ്റിയില്ലെന്ന് പറഞ്ഞ് വലിയ രോദനമാണ്. അയ്യോ എന്ന് പറഞ്ഞ് താലിബാൻ യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് എതിരായിരുന്നെങ്കിൽ ഇവന്മാരിപ്പോൾ താലിബാൻ ഇന്ത്യയിലോട്ട് വന്നാൽ വരൂല. എങ്കിലും താലിബാൻ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞാൽ സ്ത്രീകളെ കയറ്റിയില്ലെങ്കിൽ അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ? നമ്മളൊരു സെക്യുലർ നേഷനല്ലേ? ഈ മതപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇടപെടാൻ പാടില്ല കേട്ടോ. അവർ കയറ്റില്ല, അത് നിയമം അങ്ങനെയാണ്, അത് മതപരമായിട്ടുള്ള. പക്ഷേ ഇന്ത്യക്ക് അനുകൂലമായിപ്പോയി. നമുക്ക് കുറച്ച് അനുകൂലമായിട്ടുള്ളൊരു രാജ്യമായി താലിബാൻ മാറിയപ്പോൾ, ആ സംഘടന മാറിയപ്പോൾ യുവമാർക്ക് ഇത് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലായി. താലിബാൻ ഇങ്ങോട്ട് 2 റോക്കറ്റ് അടിച്ചു തന്നെങ്കിൽ യുവമാർ ഇവിടെ കിടന്നുകൊണ്ട് ശോധര അരുത്, താലിബാൻ നേരെ ന്യൂക്ലിയർ വെപ്പൺ പ്രയോഗിക്കരുത്, യുദ്ധമൊന്നിനും ഒരു പരിഹാരമല്ല ശോധര എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള ഷോ ഓഫ് കാണിച്ചാൽ ഇടയിൽ ഇത് സോഷ്യൽ മീഡിയ യുഗമാണ്. നിൻ്റെ മറ്റേ കൊണയടിയൊന്നും ഇവിടെ നടക്കില്ല, അത് ആദ്യം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ രാജ്യം ചെയ്യുമ്പോൾ പൊത്തിക്കിട്ട് മിണ്ടാതിരിക്കണം. ഈ സംഭവത്തിൻ്റെ ഇങ്ങനെ ഒരു മഷി നമ്മളിങ്ങനെ പുറട്ടുന്നുണ്ടല്ലോ, ആ മഷി 2014 പുരട്ടി ഒരു വോട്ട് കുത്തിയതിൻ്റെ വലിയ മാറ്റങ്ങളാണ് നമ്മുടെ രാജ്യത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഒരു കാര്യം ആലോചിച്ച് നോക്കി, അതായത് ഇതിവിടെ പറഞ്ഞു നിർത്താം. ഇനി നമ്മുടെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നു എന്ന് ആലോചിച്ച് നോക്കി. പാകിസ്ഥാന് വെള്ളം കൊടുക്കാനുള്ള പദ്ധതി തുടങ്ങുന്നു. പാകിസ്ഥാൻ ഭീകരവാദികൾക്കെല്ലാം നമ്മുടെ അതിർത്തികൾ തുറന്നു കൊടുക്കുന്നു. നുഴഞ്ഞുകയറ്റക്കാർ വീണ്ടും നമ്മുടെ രാജ്യത്തിനകത്ത് കയറുന്നു. പല സ്ഥലങ്ങളിൽ ബോംബ് സ്ഫോടനങ്ങൾ നടക്കുന്നു. എന്തിനു പറയുന്നു? 370 ആർട്ടിക്കിൾ പുനഃസ്ഥാപിച്ച് കശ്മീർ എന്ത് ചെയ്യുന്നു? പിരിച്ചു കൊടുക്കുന്നു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഇവാഞ്ചലിക് നേഷനായി പിരിച്ച് അമേരിക്ക കൊണ്ടുപോകുന്നു. നമ്മുടെ രാജ്യം 2ആയി പിളരുന്നു. നമ്മുടെ രാജ്യത്തിനകത്ത് കലാപങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതൊക്കെ വരുമ്പോൾ ഇവ എന്ത് ചെയ്യും? വണ്ടിക്കകത്ത് കയറി ലണ്ടനിലോ അമേരിക്കയിലോ പോകും. കുറേ സ്വത്തും കാണും കയ്യിൽ. ബംഗ്ലാദേശിൻ്റെ അവസ്ഥയാവും. ഇത്ര സുന്ദരമായിരിക്കും നമ്മുടെ രാജ്യം എന്നൊന്ന് ചിന്തിച്ചു നോക്കി. കിടുക്കാച്ചിയായിരിക്കും അല്ലേ? വഖഫ് നിയമം അതും തിരിച്ചു കൊണ്ടുവരണം. കാരണം ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ടും അത് നമ്മളെയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അവന്മാരുടേതായി. കോടതി പോകാമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, ഞങ്ങൾക്ക് കോടതിയുണ്ട്, ഇവിടെ വരണം. ആ കോടതിയിൽ വന്ന് അതും കൂടെ വന്നാൽ പൂർത്തിയായി ജനാധിപത്യ രാജ്യം എന്ന പേരും. ഇവന്മാർ ഭരിച്ചിരുന്നപ്പോൾ നടന്ന കാര്യമാണ്. ഇനി നരേന്ദ്രമോദി ഇറങ്ങിയിട്ട് രാഹുൽ ഗാന്ധി വരണമെന്ന് ആഗ്രഹിക്കുന്നവന്മാർക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അവർക്ക് ഇപ്പോഴും അത് തന്നെയാണ് ആഗ്രഹം. കാരണം മതം വളർത്തണം, അത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും നമ്മുടെ മനസ്സിൽ ഞെഹി എന്ന് പറഞ്ഞാൽ ഞെഹി. തിന്നാ ഒന്നും ഇല്ലെങ്കിൽ പോലും ഇത് വളർത്തിയാൽ മാത്രമേ നമുക്ക് മുന്നേറാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ശരി.